ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആ കിറ്റ് ഫ്രീ കിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളതൊന്ന് വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കുന്നത്. സോ പിന്നെ കുറേ ദിവസമായി ഇപ്പം ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഞാൻ 5000 ആകുമ്പം എന്താ പറയുന്നത് നറുക്കെടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്താ നറുക്കെടുക്കാത്തതെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടേ. അത് ഞാൻ കുറച്ച് തിരക്കായിരുന്നത് കൊണ്ടാണ് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായില്ല. നമുക്കിപ്പം നറുക്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് മൊത്തം നമുക്ക് എന്താ പറയുക എഴുതി പേപ്പറിനകത്താക്കി അത് മടക്കി അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ. അപ്പം ഫ്രീ ആയിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് അത് തൽക്കാലം ഞാൻ നീണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്കൊരു ഹോസ്പിറ്റൽ ഇഷ്യൂവും വന്നിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ് തൃച്ചംബരത്ത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കസിൻസും അവരൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിനകത്തേക്ക് ഫുള്ളായിട്ട് അങ്ങ് ഇറങ്ങാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. ഇനിയിപ്പം നാളെയല്ല, ഇന്ന് വൈകുന്നേരം തന്നെ നറുക്കെടുക്കും. വീഡിയോ ഞാൻ നാളെ തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സാധനങ്ങൾ ഞാനിങ്ങനെ 5 പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാൻസി റിബൺസ് ഉണ്ടാവും, എന്താ പറയണേ ഓർഗൻസയുടെ റിബൺസ്, പിന്നെ സാറ്റിന് 2 ഫ്ലവർ റിബൺസ്, പോളൻസ്, ഫോം ഫ്ലവേഴ്സ്, ഗ്ലിറ്റർ ട്യൂബ്, അതേപോലെ വയർ ബോ, സ്റ്റോൺസ്, അലിഗേറ്റർ ക്ലിപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഇത് കിറ്റ് ഫ്രീ ആണ്. ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഇത് ആർക്കാണോ നറുക്കിട്ട് കിട്ടുന്നത് അവർ തരണം കേട്ടോ. രണ്ടും കൂടെ അഫോർഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. സോ ഷിപ്പിംഗ് ചാർജ് എന്താണെങ്കിലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. അത് അങ്ങനെ ആകുമ്പോഴാണ് ഈ ഐറ്റംസ് അയച്ചു തരിക കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ വയർ ബോ വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വയർ ബോൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലിറ്റർ ട്യൂബ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിതിനകത്ത് വേറെ ബീഡ്സോ അങ്ങനത്തെ സാധനങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വയർ ബോ വെക്കണം എന്നുണ്ടെങ്കിൽ വയർ ബോ ഇപ്പോൾ ഓരോന്നിനകത്ത് 5 എണ്ണം 6 എണ്ണം വീതം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഗ്ലിറ്റർ ട്യൂബ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിന് ഓർഡർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും. പിന്നെ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് നിങ്ങൾ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മുന്നത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാക്സിമം നമ്മുടെ സാധനങ്ങൾ സെയിൽസ് ആവാൻ ചാൻസ് ഇല്ലയെന്ന്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഷോപ്പുകാർക്ക് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുക്കുമ്പം നല്ല റേറ്റ് കുറച്ചിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരെണ്ണത്തിന് 30 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ പോലും, ഇല്ലെങ്കിൽ ഒരു 40 രൂപ ഷോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടൂല. കാര്യം വെച്ചാൽ അവർക്ക് ഒരു പക്ഷേ 20 രൂപയ്ക്ക് നല്ല നല്ല ഹെയർ ബാൻഡ്സുകൾ ചെറിയ റേറ്റിന് തന്നെ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫാൻസി ഷോപ്പുകളിലോട്ട് ഈ ഹെയർ ബോസൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പുകളിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവരെന്താണേലും ഒരിക്കലും അത് എടുക്കാൻ ചാൻസ് ഇല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലുമൊക്കെ റിലേറ്റീവ്സിൻ്റെയൊക്കെ മറ്റേ ഡ്രസ്സ്, അതായത് കിഡ്സ് വെയറിൻ്റെ അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഡ്രസ്സ് എടുക്കാൻ വരുന്നവർ മേ ബി സെയിം മാച്ചിങ് ആയിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അത് ചിലപ്പോൾ മേടിക്കാൻ വഴിയുണ്ട്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഒന്നും ഫീൽ ചെയ്യരുത്, ഒരു പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ തന്നെ തളിപ്പറമ്പ് തന്നെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഇതേപോലെ നമ്മൾ ഹെയർ ആക്സസറീസ് സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഹെയർ ആക്സസറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ബാൻഡ് അങ്ങനത്തെ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ സീരിയസ്ലി പറയട്ടെ, ആ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരാളും അത് മേടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അത് ഉണ്ടാക്കിയിരിക്കുന്ന ആൾ ആരാന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കിയിരിക്കുന്ന ആളത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ നമ്മളിപ്പോൾ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഒട്ടിക്കണമെങ്കിൽ ആ ഗ്ലൂ അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക എക്സ്ട്രാ ആക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ മോശമായിട്ടല്ലേ നമുക്ക്. ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നമ്മളിപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു
ഹെയർ ബാൻഡ് മേടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൈസയും നോക്കും, പക്ഷെ പൈസേൻ്റെ കൂടെ തന്നെ നീറ്റായിട്ടുള്ളതും, അതായത് നല്ല വൃത്തിക്കും ഭംഗിക്കും ഒക്കെ ഇരിക്കുന്ന സാധനങ്ങളല്ലേ നമ്മൾ കൂടുതലും മേടിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ഹെയർ ബോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായി. പക്ഷേ അത് ഒന്നും നീറ്റും ഉണ്ടായിരുന്നില്ല. നീറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയൊക്കെ പിടിച്ച് പഴകിയ പോലത്തെ ഇല്ലേ, അങ്ങനത്തെ രീതിയിലാണ് അതവിടെ ഇരിക്കുന്നുണ്ടായത്. അപ്പം അങ്ങനെ ഒരു സാധനം നമ്മളിപ്പോൾ ഷോപ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരാളും അത് നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പം നമ്മൾ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് അങ്ങനെ ഒരു ഷോപ്പ് വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് നീറ്റായിട്ട് എന്താ പറയുക, ഒരു കവറിനകത്തൊക്കെ ഇട്ട് നല്ലപോലെ സെക്യൂർ ചെയ്ത് പൊടിയും കാര്യങ്ങളും. ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പാകുമ്പോൾ ഡ്രസ്സിൻ്റെ ഷോപ്പുകളിൽ പൊതുവേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മോശമാക്കാത്ത രീതിയിൽ നല്ലപോലെ ഒരു കവറിനകത്ത് ഇട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സെക്യൂറൊക്കെ ചെയ്ത്, അതായത് നമ്മൾ ഒരു കസ്റ്റമർ നമ്മുടെ സാധനം കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടണം. അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ കസ്റ്റമർ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവർ ആ സാധനം മേടിക്കുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ബുദ്ധിമുട്ടി അത്രയും പൈസയ്ക്ക് സാധനങ്ങൾ മേടിച്ചു, നമ്മളത് ഉണ്ടാക്കി, എന്നിട്ട് കൊണ്ടുപോയി ചെന്നു, എന്നിട്ട് ആരും വാങ്ങുന്നില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് 100% എഫേർട്ട് ഇട്ട് നല്ല ഭംഗിക്ക് അത് ചെയ്യണം. എന്നാൽ മാത്രമാണ് കാണുന്ന ആൾക്കാർക്ക് അതിനകത്ത് ഇഷ്ടം തോന്നി അവർക്കത് മേടിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുക. അതേപോലെ നല്ല നീറ്റായിട്ട് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത് അവർക്ക് എടുക്കാൻ തോന്നുന്നു. നമ്മളും സാധാരണ അങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലല്ലേ മേടിക്കാം. അപ്പോൾ അതേപോലെ നിങ്ങളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തണം. ഇതെനിക്കിഷ്ടപ്പെട്ടു, ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിൽ നോക്കണം. അതേപോലെ 2-3 ആൾക്കാരെ ഒന്ന് കാണിച്ച് നോക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക്സ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നല്ലപോലെ ചെയ്തിട്ട് ഒരു ഷോപ്പിലൊക്കെ കൊടുത്ത് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ ബിസിനസ് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇത് ഇന്ന് തന്നെ മാക്സിമം എന്താ നറുക്കെടുത്തിട്ട് മാക്സിമം നാളെ തന്നെ അയക്കാൻ നോക്കും. പിന്നെ ഞാനിപ്പോൾ ഇത്ര ഒന്നാമത് ഡിലേ ആയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നറുക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ സാധനങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല. നിങ്ങൾ അപ്പം തന്നെ ചോദ്യം വരും, അയച്ചില്ലേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാനിതിപ്പോൾ ഓൾറെഡി കിറ്റാക്കി വെച്ചു. ഇനി കിറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നറുക്കെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പേരും അഡ്രസ്സും എഴുതിയിട്ട് അങ്ങോട്ട് അയച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മുടെ 5 കിറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. റിബൺസ്, സാറ്റിൻ ബോ എൻ്റെ അടുത്ത് വളരെ കുറവേ ഉണ്ടായുള്ളൂ. 10-12 എണ്ണം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എല്ലാത്തിൽ നിന്നും അത് 2 എണ്ണം വെച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് ബോയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നല്ല സാധനങ്ങൾ മേടിച്ചിട്ട് സെയിലാക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം.